നമസ്കാരം. നീതിക്കും തുല്യതയ്ക്കും വേണ്ടി ചെങ്കൊടിയേന്തി മുദ്രാവാക്യം വിളിക്കുന്നവർ സ്വന്തം വീടിനകത്ത് മനുഷ്യത്വം പോലും നിഷേധിക്കപ്പെടുന്ന കാഴ്ച. കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം PV ഭാസ്കരൻ എന്ന CPM നേതാവിനെതിരെ സ്വന്തം മകൾ സംഗീത ഉന്നയിച്ച പീഡനാരോപണങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന സകല മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നു. ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ ഒരു യുവതിയെ ശാരീരികമായും മാനസികമായും തടവറയിലിടുകയും ചലനശേഷി നഷ്ടപ്പെട്ട ശരീരത്തിന് ചികിത്സ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ കമ്മ്യൂണിസം വീടിന് പുറത്തു മതി എന്ന് ഈ നേതാവ് പറഞ്ഞ വാക്കുകൾ ഓരോ പാർട്ടി അനുഭാവിയുടെയും നെഞ്ചിൽ തറക്കേണ്ടതാണ്. അധികാരത്തിന്റെ തണലിൽ എല്ലാ നിയമങ്ങളെയും തന്റെ കാൽ കീഴിലാക്കാമെന്ന് കരുതുന്ന ഒരു പാർട്ടി നേതാവിന്റെ ധാർഷ്ട്യമാണിത്. പാർട്ടി നേതാക്കളുടെ അനീതിക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു പ്രവണത CPM-ൽ നിലനിൽക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഉദുമ ഏരിയ കമ്മിറ്റി അംഗം PV ഭാസ്കരന്റെ മകൾ സംഗീതയാണ് കുടുംബത്തിൽ താൻ അനുഭവിക്കുന്ന ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഈ വീട്ടിൽ വന്ന് എൻ്റെ നില അറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വീട്ടിൽ ഞാൻ നേരിടുന്ന ടോർച്ചറുകൾ കോമ സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത്. മുസ്ലിമായ ഒരു വൈദ്യരുടെ പേരും പറഞ്ഞിട്ടാണ് ഇവരെന്നെ ടോർച്ചർ ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ലക്ഷ്യം എൻ്റെ ഇൻഷുറൻസ് എമൗണ്ടും സമ്പാദ്യവും മാത്രമാണ്. പോലീസ് സൂപ്രണ്ടിന് ഞാനൊരു പരാതി കൊടുത്തിരുന്നു എൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ട്. ഇതുവരെ അതിന് ഒരു നടപടിയായിട്ടില്ല. എന്തുകൊണ്ട് ഒരു ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടും നേതാക്കളായിട്ടും പോലീസിലും എല്ലാം നല്ല പിടിപാടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അധികാരം മാത്രമല്ല പണവും ഉപയോഗിച്ച് എല്ലാവരും അദ്ദേഹം വരുതിക്ക് നിർത്തുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അത് കാരണം എൻ്റെ വോയിസ് എവിടെയും എത്തുന്നില്ല. ഞാനിവിടെ അനുഭവിക്കുന്നതോ എന്നോട് ഇവരെന്താണ് ചെയ്യുന്നതെന്നോ ഒരാൾ പോലും അറിയുന്നില്ല. ആളുകൾ അറിഞ്ഞാൽ തന്നെ കണ്ണടച്ച് നടക്കുകയാണ്. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ യാഥാർത്ഥ്യം ഈ ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയപരമായിട്ടും പോലീസുകാർ പോലും ഒരു തരത്തിലും എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും അവർ കണ്ണടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടെ വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം. എൻ്റെ ഭാഗം ഒന്ന് കേൾക്കണം, എല്ലാവരിലേക്കും യാഥാർത്ഥ്യം എത്തിക്കണം. ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കണം. മറ്റൊരു മതത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും അപകടത്തിൽപ്പെട്ട അരയ്ക്ക് താഴെ തളർന്നിട്ടും ചികിത്സ നിഷേധിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു. നീതി തേടി സംഗീത പുറത്തുവിട്ട രഹസ്യ വീഡിയോ സന്ദേശം വലിയ ചർച്ചയാകുമ്പോൾ ഒരു പാർട്ടി നേതാവിന്റെ വീട്ടിലെ കമ്മ്യൂണിസം വെറും പുറം ലോകത്ത് മാത്രമാണോ എന്ന ചോദ്യമാണ് പൊതുസമൂഹവും ഉയർത്തുന്നത്. എന്താണ് സംഗീതയുടെ വെളിപ്പെടുത്തലുകൾ? നീതി തേടിയുള്ള പോരാട്ടത്തിൽ അവർക്ക് എന്തു സംഭവിച്ചു? നമുക്ക് നോക്കാം. CPM നേതാവിനെതിരെ മകൾ ഉന്നയിച്ച ഗൗരവമേറിയ പീഡനാരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം PV ഭാസ്കരന്റെ മകൾ സംഗീതയാണ് താൻ വീട്ടുതടങ്കലിലാണെന്നും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നത്. രഹസ്യമായി ചിത്രീകരിച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് യുവതി ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചത്. ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് സംഗീത പറയുന്നത്. വാഹനാപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്ന സംഗീതയ്ക്ക് കുടുംബം ചികിത്സ നിഷേധിക്കുകയാണെന്നും വിവാഹമോചന സെറ്റിൽമെന്റായി ലഭിച്ച പണം മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് തട്ടിയെടുത്തുവെന്നും സംഗീത പറയുന്നുണ്ട്. തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും യുവതി വെളിപ്പെടുത്തി. പിതാവ് നിരന്തരം തന്നെ മർദ്ദിക്കുകയും പോയി ചാകാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി സംഗീതയുടെ പരാതിയിലുണ്ട്. കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി, വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് പിതാവ് തന്നോട് പറഞ്ഞതെന്നും സംഗീത വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി നീ നടക്കാൻ പോകുന്നില്ല, അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയും എന്ന് പിതാവ് അധിക്ഷേപിച്ചതായും സംഗീത പറയുന്നുണ്ട്. കൂടാതെ തന്നെ കൊന്നാലും കേസിൽ നിന്ന് തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പിതാവ് ഭീഷണി മുഴക്കിയത്രേ.
നേരത്തെ വീട്ടുതടങ്കലിൽ നിന്നും മോചനം തേടി സംഗീത ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. എന്നാൽ പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം പോലീസ് തന്നോട് വിവരങ്ങളൊന്നും ചോദിച്ചില്ലെന്നും മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹർജി നിലനിന്നില്ലെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടെയാണ് സംഗീത എസ്പിക്കും കളക്ടർക്കും പരാതി നൽകിയത്. വീട്ടുതടങ്കലിൽ നിന്നും പീഡനത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനം നൽകണമെന്നാണ് സംഗീതയുടെ അടിയന്തരമായ ആവശ്യം. നീതിക്കായി കാത്തിരിക്കുകയാണ് സംഗീത. ഒരു കാലത്ത് വിപ്ലവത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ വീട്ടിൽ സ്വന്തം മകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. കമ്മ്യൂണിസം വീടിന് പുറത്തു മാത്രമെന്ന സംഗീതയുടെ പിതാവിന്റെ വാക്കുകൾ പൊതുരംഗത്തെ നിലപാടുകളും സ്വകാര്യ ജീവിതത്തിലെ പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുന്നതാണ്. തളർന്ന ശരീരവുമായി വീട്ടുതടങ്കലിൽ കഴിയുന്ന ഈ യുവതിയുടെ സഹായത്തിനായുള്ള അപേക്ഷ ഒരു വ്യക്തിപരമായ ദുരിതം എന്നതിലുപരി രാഷ്ട്രീയ സ്വാധീനം നീതിയെ അട്ടിമറിക്കുന്നതിന്റെ ഭീകരമായ ഉദാഹരണവും കൂടിയായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഇടപെടൽ അനിവാര്യമാണ്.